മോളെ മോളൊന്ന് വന്നേ. നമുക്കൊരു സ്ഥലം വരെ പോകാലോ, വാ. അതെല്ലാം ഉണ്ട്. ഇതാ എന്റെ മോളില്ലേ, ഇതിൽ കാണുന്ന ഈ ഡ്രസ് ഇട്ടോണ്ട് വാ. ഒരു സ്ഥലത്ത് പോകുമ്പോ നല്ല വൃത്തിക്ക് പോണ്ടേ, അതുകൊണ്ടാ. മോളെ ആ ഹാളിലോട്ടേക്ക് വരണേ. എന്നാ വാടി, നമുക്ക് പോകാം. Maybe one day we'll wake up and this'll all just be a dream. Now, hush, little baby, don't you cry. Everything's gonna be alright. ഒരു സർപ്രൈസും കൂടി മോക്കുണ്ട് എന്നർത്ഥം. അത് പിന്നെ ഇല്ലേ മോളെ, ഇന്ന് മോളെ ഒരു വിഷ് പറഞ്ഞാൽ നമ്മൾക്ക് സാധിച്ചു തരും. ഇല്ല മോളെ, അങ്ങനൊന്നും പറയൂല. മോള് പറഞ്ഞോ. ട്രിപ്പോ? എന്നാ പിന്നെ എന്തായാലും അവർക്ക് ബർത്ത്ഡേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെയെങ്കിലും അതിന്റെ സങ്കടം തീർക്കും ചെയ്യല്ലേ. എന്നാ ശരി. എന്നാ ശരി, ഞാൻ അവരെല്ലാം വിളിച്ചു പറയട്ടെ. ഹലോ. ഞാൻ ഈ ക്രിസ്റ്റിയാണ് സംസാരിക്കുന്നത്. ഇത് ഡേവിഡ് അല്ലേ? അതെ. എടാ അളിയ, പിന്നെ നീ നാളെ ഒന്ന് വരുവോ? നാളെ രാവിലെ തന്നെ ഒന്ന് വരണേ. എന്തൊറ്റളിയാ, ജെന്നിയും അളിയനും തമ്മിൽ അടിയായോ? ഇല്ലളിയ, അതല്ല. ഇന്ന് ബർത്ത്ഡേ അല്ലേനോ, അപ്പോ അവള് പറഞ്ഞ് എനിക്ക് ടൂറ് പോകണമെന്ന്. അപ്പൊ ഇനി ഇന്നെന്തായാലും പോകാൻ കഴിയല്ലോ. അപ്പൊ നാളെ എല്ലാവർക്കും പോവാന്ന് വിചാരിച്ച് നീയും സോഫിയും സച്ചിനും എല്ലാരും വരണേ. ഉറപ്പായും വരുവളിയാ. ലിസന്റെ ബർത്ത്ഡേക്ക് വരാൻ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് അതിലേക്ക് തീർക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും വരും കേട്ടോ. ഞാൻ ഈ എന്തായാലും സോഫിനോട് സച്ചിനോട് ഈ കാര്യം പറയാം, അവർക്ക് നല്ല സന്തോഷാവും. എല്ലാം എങ്ങോട്ടേക്കാ പോകുന്നത്? മലേഷ്യയിലേക്ക് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ ആകുമ്പോ നല്ല രസമായിരിക്കില്ലേ. അത് മാത്രല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പൊ അവനോട് പറഞ്ഞിട്ട് വീട്ടിന്റെ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യാലോ. എന്നാ അങ്ങനെ ആയിക്കോട്ടളിയാ. ഓക്കേടാ. എന്നാല് ഞാൻ ഈ ജോണിനെയും കൂടി വിളിക്കട്ടാ. അവനെ വിളിക്കുന്നുണ്ടോ? വിളിക്കണം. പിന്നെ എന്റെ സഹോദരനെ വിളിക്കണം. എന്നാ പിന്നെ ജോണിനെ ഞാൻ വിളിക്കാം. എന്തായാലും ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നേനു, ഓഫീസിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നേനു. എന്തായാലും ഇനി മാനേജറോട് വിളിച്ചു പറയുകയും ചെയ്യാം. പിന്നെ വീട്ടിലെത്തിയവിടെ ജോണിനോട് ഞാൻ പറയാം. എന്നാ ഓക്കേടാ, നീ പറഞ്ഞോ. ഓക്കെ അളിയാ. ഇനി സാമിനെ വിളിക്കാം. ഹലോ. എടാ ഞാൻ ക്രിസ്റ്റിയാണേ. ചേട്ടാ ഞാൻ സാമ തന്നെയാ. എടാ സാമ, നമ്മള് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ ഫാമിലി അടക്കം വരണേ. എലിസബത്തിനെയും ആനിനെയും എല്ലാരെയും കൂട്ടണേ. അതെന്താ ഏട്ടാ പെട്ടെന്നൊരു ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്ത്? അതിന് ലിസന്റെ ബർത്ത്ഡേ അല്ലായിരുന്നോ, അപ്പൊ അവൾക്ക് ഒരു വിഷ് പറയാൻ പറഞ്ഞപ്പോ അവൾ അതാ പറഞ്ഞത്. അപ്പൊ നാളെ എല്ലാരും ഇങ്ങ് എത്തിക്കോളൂലേ? എന്തായാലും എത്താ ചേട്ടാ. ചേട്ടാ പിന്നെ ട്രെയിനിലാണോ ബസ്സിലാണോ പോന്നെ? ട്രെയിനിലാണ്. മലേഷ്യയിലാണ് കേട്ടോ പോകുന്നത്. എനിക്ക് തോന്നി. പണ്ടേ ഏട്ടന് എങ്ങോട്ടെല്ലാം പോകാനാണല്ലോ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ട്രെയിനിലാണോ ബസ്സിലാണോ എന്ന്. ഓക്കെ ഏട്ടാ, എന്നാ വെക്കട്ടെ, എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. ഓക്കെ ഏട്ടാ, എന്നാ ഏട്ടൻ വെച്ചോ. ഓക്കെ. മക്കളെ, ഇന്ന് എല്ലാരും റെഡി ആയില്ലേ? മോളെ,
ആൽസേ അവരെല്ലാം ഇല്ലേ ട്രെയിനിന്റെ അവിടെ ഇട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ വാ നമുക്കും പോവാലോ, വാ വേഗം വാ. അമ്പിളി കൺമുന്നിലായി വിരിയേ. ഇനി എന്താ പരിപാടി? ഇനി നമുക്ക് എൻ്റെ ഇവിടെ അടുത്ത് എൻ്റെ ഒരു മാമീൻ്റെ വീടുണ്ട്, അവിടെ പോയിട്ട് തൽക്കാലത്തേക്ക് അവരോട് കാറ് വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ തരാമെന്ന് പറയണം. അപ്പോൾ കാറ് വാങ്ങിയിട്ട് നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോവാം. എന്നിട്ട് ആ എയർപോർട്ടിൽ നിന്ന് കയറിയിട്ട് നേരെ മലേഷ്യയിലേക്ക് പോവാം. ഓക്കെ? ആളിയാ എന്നാ വാ പോവാം. എല്ലടാ ഇവിടെ നീ എന്തൊന്നും മിണ്ടാത്തേ? അല്ല ഞാനെന്ത് പറയാനാ. എന്നാ ലേറ്റ് ആക്കണ്ട, എത്ര നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുക. പോവാലോ. ഈ കുട്ടികളെല്ലാം ആദ്യം ഒരുമിച്ച് നിർത്താം അല്ലേ? അതാ നല്ലല്ലേ, കാണാണ്ടായി പോവും. മക്കളെ എല്ലാരും എന്നാലും നിന്നിട്ട് ഒരുമിച്ചിട്ട്. എന്നാ പിന്നെ കുട്ടികളെ നിങ്ങൾ നോക്കൂലേ? നമ്മൾ പോയിട്ട് മാമീന്റെ കൈമന്ന് കാറ് വാങ്ങിയിട്ട് എല്ലാവർക്കും കയറ്റി പോവാലോ. നമ്മളിവിടെ നിന്നോളൂ, നിങ്ങൾ പോയിട്ട് വേഗം വാ. എന്നാ ഓക്കെടി, ശരി നമ്മൾ പോട്ടെ. നമുക്ക് അവിടെ എത്തിയിട്ട് കുറെ കളി കളിക്കാം കേട്ടോ. അതെ അതെ, നമ്മൾ കുറെ കാലത്തിന് ശേഷമല്ലേ കാണുന്ന. അതെ അതെ, ശരിയാ ശരിയാ. After 1 hour later. എന്താ അളിയാ പറ്റിയേ? എന്താന്നറിയില്ല, ബ്രേക്ക് ഡൗൺ ആയിന്നാ തോന്നുന്നേ. അയ്യോ, ഇനിയിപ്പോ എവിടുന്നാ കിട്ടുക ഒരു മെക്കാനിക്കിനെ ഇപ്പൊ ഇവിടെ? അതാ ഞാനും ആലോചിക്കുന്നത്. ഇപ്പൊ രാത്രി 8 മണി അങ്ങനെ ആയാനായില്ലേ. തൽക്കാലത്തേക്ക് ഇന്ന് എവിടെയെങ്കിലും തങ്ങാൻ ഒരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ. അതാ അങ്ങോട്ട് നോക്കിയേ, അവിടെ അതാ ഒരു ബംഗ്ലാവ്. നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പൊ അവിടത്തേക്ക് താമസിക്കാം. നാളെ ആയാൽ പോകാം. അതാ നല്ലേ എന്നാല്. മക്കളെ അങ്ങോട്ട് പോവരുത്.